കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെതിരെ ഇഡിയുടെ അപ്പീൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്തത് വിലക്കി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഇഡിയുടെ അപ്പീൽ. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, എന്തൊക്കെയാണ് ഇഡിയുടെ അപ്പീൽ നൽകിയിട്ടുള്ളത്? ഏത് കാര്യത്തിന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യരുത് എന്നായിരുന്നു കോടതിയുടെ വിധി. ആര്യ, കിഫ്ബിയിലെ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസാണ് കിഫ്ബി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമൻസുകൾ കിഫ്ബിക്കും ഒപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇഡി നൽകിയിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷം ചോദ്യം ചെയ്യാൻ വിധേയനാകാൻ തോമസ് ഐസക് തയ്യാറായിരുന്നില്ല. കാരണം ചോദ്യം ചെയ്യാൻ വിധേയനാകേണ്ടതില്ല എന്ന തീരുമാനം നേരത്തെ തന്നെ തോമസ് ഐസക് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ചൊവ്വാഴ്ച ജസ്റ്റിസ് ടി.ആർ. രവി അധ്യക്ഷനായ ബെഞ്ച് തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യുന്നത് വിലക്കിയിരുന്നു. അതിന് പ്രധാന കാരണമായി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യമില്ല. ഇതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം ചോദ്യം ചെയ്താൽ മതി. അതിന് ഇഡിക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യാൻ ഇഡിക്ക് ആവശ്യം പോലെ സമയമുണ്ട്, ഇഡിക്ക് മുന്നിൽ ആവശ്യം പോലെ സമയമുണ്ട് എന്നായിരുന്നു ജസ്റ്റിസ് ടി.ആർ. രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറഞ്ഞതും ഇത് സംബന്ധിച്ച് ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയതും. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഇഡി ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. നാളെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കുകയും ചെയ്യും. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വിലക്കിയ നടപടി റദ്ദാക്കണം, ആ ഉത്തരവ് റദ്ദാക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സമൻസ് നൽകാനും ഒപ്പം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുമുള്ള അനുമതി വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി അപ്പീൽ പരിഗണിക്കുകയും ചെയ്യും. ആര്യ, ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.